ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഇന്ന് സായങ്കാലത്തിൽ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുവാൻ കർത്താവ് നമുക്ക് തന്ന കൃപയ്ക്കായി ഭാഗ്യത്തിനായിട്ട് നാം ദൈവത്തെ സ്തുതിക്കാം. അർത്ഥസമ്പൂർണമായ പ്രാർത്ഥനാ ജീവിതം എന്നുള്ള വിഷയമാണ് നാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും എന്ന് ചിന്തിക്കുകയുണ്ടായി. പുത്രൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ പേരിൽ പുത്രൻ ചെയ്തതുപോലെ പുത്രൻ്റെ പകരക്കാരായി അവൻ നമ്മെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതു ഭാഗത്ത് മധ്യസ്ഥ ചെയ്യുന്നു. അവൻ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. എന്നാൽ നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത് അവൻ്റെ വേല, അവൻ്റെ പ്രാർത്ഥന ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് നമ്മെ ആക്കിയിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. വളരെ വലിയ ദൗത്യമാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പകരക്കാരനായി അന്ന് അവൻ ക്രൂശിൽ കിടന്നു. ഇന്ന് നാം അവൻ്റെ പകരക്കാരായി ഈ ഭൂമിയിലിരിക്കുന്നു. നിരപ്പിൻ്റെ ശുശ്രൂഷ അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. വളരെ ഗൗരവമായ ഒരു വിഷയമാണിത്. വളരെ ആഴമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കേണ്ടതാണ്. വളരെ ശ്രദ്ധയോടുകൂടെ ദൈവഭയത്തോടുകൂടെ ഈ കാര്യങ്ങൾ നാം വീക്ഷിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തുകയും ആവശ്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പുത്രൻ്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും യോഹന്നാൻ 15:7 കണ്ടു, നാം ഇച്ഛിക്കുന്നത് ഓപ്പൺ ചെക്കാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മൾ തീരുമാനിക്കാം. എന്നാൽ തീരുമാനിക്കാൻ ആ ഒരു സ്റ്റേജിലേക്ക് ഉയരണമെങ്കിൽ അവൻ്റെ വചനം നമ്മിൽ വസിക്കണം. അവൻ നമ്മിൽ വസിക്കുന്നവനായിരിക്കണം. അവൻ്റെ ഇംഗിതങ്ങൾ മനസ്സിലാക്കി, അവൻ്റെ ഇഷ്ടം മനസ്സിലാക്കി, ഇതാണ് ദൈവ ഇഷ്ടമെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ധൈര്യമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കൃപ ലഭിക്കുന്നതാണ്. നമുക്ക് ആ ലെവലിലേക്ക് ഉയരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മക്കളായിരുന്നാൽ മാത്രം പോരാ, ശിഷ്യന്മാരായിരുന്നാൽ മാത്രം പോരാ. അവൻ്റെ സ്നേഹിതന്മാരായി ഉയർന്ന് അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മോട് പകരത്തേക്കോണം ഹൃദയം പകർന്ന് സംസാരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നാം ഉയർന്നു കഴിയുമ്പോൾ ആ രീതിയിലുള്ള പ്രാർത്ഥന നമുക്ക് സാധ്യമാകും, പ്രായോഗികമാകും. ദൈവാത്മാവ് നമ്മളെ ആ നിലയിലേക്ക് ഉയർത്തേണ്ടത് ആവശ്യമാണ്. അതിന് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ ദൈവാത്മാവ് ആ കൃത്യം നിർവഹിക്കും എന്നതിൽ സംശയമില്ല. ഇന്നത്തെ ക്ലാസ്സും ഇനി അടുത്ത കർത്താവ് അനുവദിച്ചാൽ അടുത്ത ഒരാഴ്ചത്തെ ക്ലാസ്സും കൊണ്ട് ഈ സീരീസ് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയം പ്രാർത്ഥനയ്ക്കുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്. യേശു കർത്താവിൻ്റെ പകരക്കാരാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ കർത്താവിനില്ലാത്ത ഒരു കാര്യം നമുക്കുണ്ട്. അവനില്ലായിരുന്നു. എന്താ? ഒരു പാപജഡം അവനില്ലായിരുന്നു. അവൻ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലാണ് വന്നത്. റോമർ 8:2. നമുക്ക് പാപജഡമുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. നമ്മുടെ രക്ഷ, ആത്മരക്ഷ നമ്മൾ കൈപ്പറ്റിയവരാണ്. ആത്മരക്ഷയ്ക്ക് യാതൊരു ഛേദവും വരികയില്ല. അത് ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ജീവരക്ഷ നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ആ ജീവരക്ഷ നാം നമ്മുടെ ക്രൂശ് എടുക്കുന്നത് അനുസരിച്ചായിരിക്കും. ഈ ജീവരക്ഷ എന്നുള്ള വിഷയം നമ്മൾ സാധാരണ കേൾക്കാറില്ല, പഠിക്കാറില്ല. അതുകൊണ്ടുള്ള പരാജയമാണ് നമ്മുടെ സഭകൾക്ക് ഏർപ്പെട്ടിട്ടുള്ളത്. ആത്മരക്ഷയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അത് വളരെ വാസ്തവമാണ്. വളരെ ശക്തമായി നമ്മൾ പഠിപ്പിക്കുന്നു. എന്നാൽ ജീവരക്ഷ എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ അതിനെ അങ്ങ് ഇഗ്നോർ ചെയ്യുകയാണ്. മലയാളം വേദപുസ്തകത്തിൽ ഒരിടത്ത് മാത്രമേ ജീവരക്ഷ എന്ന് പരിഭാഷ ചെയ്തിട്ടുള്ളൂ. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ സാൽവേഷൻ ഓഫ് ദ സോൾ എന്നുള്ളത് പലയിടങ്ങളിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് മലയാളം ബൈബിളിൻ്റെ ഒരു വൈകല്യം കൊണ്ടാണ് മലയാളികൾക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തത്. അതെ, നമ്മുടെ ജഡശരീരം, പാപശരീരത്തിൽ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതലടഞ്ഞു. എന്നാൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ദിവസം തോറും രക്ഷ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷ ഭാവിയിൽ സാധിക്കും. നമുക്ക് 3 ത്രികാല രക്ഷയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. എന്നാൽ രണ്ടാമതുള്ള രക്ഷയുടെ ജീവരക്ഷയെക്കുറിച്ച് വളരെ ചുരുക്കമായി നാം കേൾക്കാറുള്ളൂ, പഠിക്കാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ സഭകളൊക്കെ ഒരു പരാജയത്തിൻ്റെ പല്ലവിയായിട്ട് മാറിയിരിക്കുന്നത്. നാമൊക്കെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ രക്ഷയ്ക്കായി വാഞ്ചിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. രക്ഷയ്ക്കായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിരിക്കുന്നത് നമ്മുടെ ജഡത്തിലെയും ആത്മാവിൻ്റെയും കന്മഷങ്ങളാണ്. അത് 2 കൊരിന്ത്യർ 7:1 വാക്യത്തിൽ നിന്ന് വായിക്കുന്നു. ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും കന്മഷം മാറ്റി വിശുദ്ധിയെ തികയ്ക്കുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഈ ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും കന്മഷം യെശയ്യാ 59:2 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ പാപങ്ങളത്രേ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന വാക്യമാണ്. അവൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല, അവൻ്റെ ചെവി മന്ദമായിട്ടില്ല, എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ അവനിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. 66 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യത്തിൽ ഞാൻ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ യഹോവ വാക്ക് കേൾക്കുകയില്ലായിരുന്നു. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ സാധാരണ വായിക്കാറും പഠിക്കാറുമുള്ള വാക്യങ്ങളാണ്. ഇതൊന്നും അപരിചിതമായിട്ടുള്ള വാക്യങ്ങളല്ല. നാം ഒരു കാര്യം മനസ്സിലാക്കണം, അത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരുവൻ രക്ഷിക്കപ്പെടുവാൻ താൻ പാപിയാണ് എന്ന് സമ്മതിച്ചാൽ മതിയാകും. ഒരുവൻ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി, കർത്താവേ ഞാൻ പാപിയാണ്, അവിടുന്ന് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ വഹിച്ച് കാൽവറിയിൽ മരിച്ചു, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഒരാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ആത്മരക്ഷ കൈവരിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി അന്ന് വരെ ചെയ്തുള്ള സകല പാപങ്ങൾ ഏറ്റു പറയണമെന്ന് വേദപുസ്തകത്തിൽ ഇവിടെ നിഷ്കർഷിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്കും കഴിയുകയുമില്ല. തമിഴ്നാട്ടിൽ ഒരു ലേമൻസ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. വളരെ ആത്മീക ശക്തിയുള്ള ഒരു ഗ്രൂപ്പാണ്. എന്നാൽ അവർ എന്നാ പഠിപ്പിക്കുന്നത്, പ്രധാനപ്പെട്ട CSI ഗ്രൂപ്പിലുള്ളവരാണ്. അവർ പഠിപ്പിക്കുന്നത് ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ 40 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ് 20 വയസ്സ് വരെ ചെയ്ത പാപങ്ങളെല്ലാം എണ്ണിപ്പറക്കി ഏറ്റുപറഞ്ഞെങ്കിലേ ആത്മരക്ഷ ലഭിക്കൂ എന്നുള്ള ഒരു പഠിപ്പീര് അവരുടെ ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയാൻ ധൈര്യമുള്ളവർ അവരുടെ ഇടയിൽ വളരെ ചുരുക്കം. ഈ ആത്മരക്ഷ പ്രാപിക്കുവാൻ ഞാൻ പാപിയാണ് എന്ന് സമ്മതിക്കുക, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റു പറയുക, അത് ആ അരനിമിഷം കൊണ്ട് ആ നിമിഷം സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ 1 യോഹന്നാൻ 1:9 പറയുന്നു, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ. യോഹന്നാൻ്റെ ലേഖനം വിശ്വാസികൾക്ക് എഴുതിയിട്ടുള്ള ലേഖനമാണ്. അപ്പം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക എന്നുള്ളത് വിശ്വാസിയുടെ കർത്തവ്യമാണ്. ഒരു വിശ്വാസിയായ ശേഷം അവൻ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും കണക്കിലെടുത്ത് ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഇതൊരിക്കലും മറന്നു പോകരുത്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മോട് ക്ഷമിക്കാൻ വിശ്വസനും തീരുമാനമാകുന്നുവെന്ന് 1 യോഹന്നാൻ 1:9 വായിക്കുന്നു. ആരാണ് പാപങ്ങളെ ഏറ്റുപറയേണ്ടത്? ഈ പാപം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്തുവാ? പാപം എന്നുള്ളത് ഒരു ടെക്നിക്കൽ വാക്കാണ്. എല്ലാ പുസ്തകത്തിലും ഓരോ ടെക്നിക്കൽ വാക്കുകൾ കാണാം. ഒരു കമ്പ്യൂട്ടറിൻ്റെ പുസ്തകം എടുക്കുകയാണെങ്കിൽ വൈറസ് എന്നും ബഗ്സ് എന്നും ഒക്കെ കാണാം. വൈറസ് എന്ന് പറഞ്ഞാൽ, ബഗ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൂട്ടേന്നാണെന്നോ അർത്ഥം? അല്ലല്ലോ, അതിനൊരു ടെക്നിക്കൽ വാക്കാണ്. ആ വാക്കിന് പ്രത്യേക അർത്ഥമുണ്ട്. പാപം എന്ന് വേറെ പുസ്തകത്തിൽ പറയുമ്പോൾ അത് ഒരു ടെക്നിക്കൽ വാക്കാണ്. അതിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന പ്രത്യേക അർത്ഥമുണ്ട്. പാപം എന്ന് പറയുന്നവളെ നമ്മൾ കേൾക്കുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു, അങ്ങനെ ഒരു ലിസ്റ്റിലുള്ള പാപങ്ങളാണ് സാധാരണ ഓർക്കാറുള്ളത്. എന്നാൽ വേദപുസ്തകത്തിൽ പാപം എന്നുള്ള വാക്കുകൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നത് എനി മിസ്റ്റേക്ക് ഈസ് സിൻ എന്ന് പറഞ്ഞാൽ 1 യോഹന്നാൻ 5:17 RSV വായിക്കുമ്പോൾ, RSVയിലെ ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞത്, എനി മിസ്റ്റേക്ക് ഈസ് സിൻ. പാപം എന്ന് പറഞ്ഞാൽ തെറ്റുകളാണ് പാപങ്ങൾ. ഇംഗ്ലീഷിലോ മാത്സിലോ വരുന്ന തെറ്റുകളല്ല. ആത്മീകവും ധാർമ്മികവുമായ കാര്യങ്ങളിൽ നാം വരുത്തുന്ന വീഴ്ചകളാണ് പാപങ്ങൾ. ആത്മീകവും ധാർമ്മികമായ കാര്യങ്ങളിൽ നമുക്ക് വരുന്ന തെറ്റുകളാണ് പാപങ്ങൾ. അപ്പം ആത്മീക ധാർമ്മിക തലത്തിൽ നാം തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഓൺ ചെയ്തിട്ടുണ്ടെ എറർ എന്നുള്ളൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എറർ മെസ്സേജ് മാറ്റുന്നത് വരെ ആ ഗാഡ്ജറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയില്ല. 90-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ രഹസ്യഭാഗങ്ങൾ അവൻ്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അവൻ കാണുന്ന എറർ മെസ്സേജാണ്. നമ്മുടെ രഹസ്യഭാവങ്ങൾ അത് മാറ്റിയില്ലെങ്കിൽ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, അത് നാം ഉപേക്ഷിക്കാതെ, അത് അക്നോളജ് ചെയ്യാതെ ഉപേക്ഷിക്കാതെ നാം ചെയ്യുന്നുവെങ്കിൽ നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിൽ കാണുന്ന എറർ മെസ്സേജ്. Until that error message is removed, that gadget is useless. നമ്മുടെ രഹസ്യപാപങ്ങൾ അവൻ്റെ മുഖപ്രകാശത്തിൽ ഇരിക്കുന്നു. രഹസ്യപാപങ്ങൾ. ഈ കൺഫസ് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? കൺഫസ്, ഏറ്റുപറയുക, പാപങ്ങളെ ഏറ്റുപറയുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പാപങ്ങളെ ഏറ്റുപറഞ്ഞ അർത്ഥം എന്താ?
ഹോമോ ലോഗയോ എന്നുള്ളതാണ് ഗ്രീക്ക് വാക്ക്. സേ ദ സെയിം തിങ് അഗെയിൻ, ഹോമോ ലോഗയോ, ഏറ്റു പറയുക. മലയാളത്തിൽ അത് വാക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇരിക്കുക, ഏറ്റു പറയുക. ഒന്നും ഒന്നും രണ്ട്, പിള്ളേരെല്ലാം പറയും ഒന്നും ഒന്നും രണ്ട്, കടലിലൊരു ഞണ്ട്, കടലിലൊരു ഞണ്ട്. അപ്പോൾ ഏറ്റു പറയുന്നതാണ് കൺഫസ്. അപ്പം ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ, ഒരു പാപം ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞു ഇത് പാപമാണ്, കർത്താവ് പറയുന്നു ഈ കാര്യം പാപമാണ്. സാധാരണ മനുഷ്യർ പറയൂ, അങ്ങനെ നോക്കിയാൽ അതെല്ലാവരും ചെയ്യുന്നതല്ലേ, അതാണ് സാധാരണ മനുഷ്യർ. ഒരു വിശ്വാസം ചെയ്യേണ്ടത് എന്താണ്? കർത്താവേ അങ്ങ് പറഞ്ഞതുപോലെ അത് പാപമാണ്, ഏറ്റുപറയുക, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ദൈവം പാപം എന്ന് പറഞ്ഞതിനെ ഞാനും പാപമെന്ന് ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും എല്ലാ വീഴ്ചകളും അത് ദൈവം പറയുന്ന കാര്യം, അത് തെറ്റെന്ന് ദൈവം പറയുമ്പോൾ ഞാനും അത് തെറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനെ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ എറർ മെസ്സേജ് മാറ്റി കിട്ടുകയുള്ളൂ, എങ്കിൽ മാത്രമേ ആ ഗാഡ്ജറ്റ് വീണ്ടും ഉപയോഗിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. യാക്കോബ് 5:16, യാക്കോബ് 5:16 അതിൻ്റെ മലയാളത്തിലെ വിവർത്തനം അല്പം ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ ആ വാക്യം വായിക്കാം. ഇങ്ങനെയാണ് വായിക്കുന്നത്. 16, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവേൻ. വാസ്തവത്തിൽ രോഗശാന്തിയെക്കുറിച്ച് 14-ാമത്തെ വാക്യത്തിലാണ് യാക്കോബ് പറയുന്നത്. 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ. അത് ശരീരത്തിൻ്റെ രോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 16-ാമത്തെ വാക്യം വരുമ്പോൾ യാക്കോബ് ശരീരരോഗത്തെക്കുറിച്ചല്ല, രോഗശാന്തി എന്ന് പറയുമ്പോൾ ശരീരരോഗത്തെക്കുറിച്ചല്ല. അത് തമിഴ് ബൈബിൾ വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകേണ്ടതിന്, നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകേണ്ടതിന്. അപ്പോൾ സ്വസ്ഥമായ ഒരു ജീവിതം, കുടുംബത്തിൽ സ്വസ്ഥത, സഭയിൽ സ്വസ്ഥത, സ്വസ്ഥമായി ജീവിച്ചിട്ട് എത്ര നാളായി, സ്വസ്ഥമായി ആരാധിച്ചിട്ട് എത്ര ദിവസമായി. നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയുക. അവിടെയുള്ള വാക്ക് പാപമെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, വാസ്തവത്തിൽ വീഴ്ചകൾ എന്ന് തർജ്ജമ ചെയ്യേണ്ടതാണ്. വീഴ്ചകൾ പാപത്തിൻ്റെ ലിസ്റ്റിൽ നിന്നും വരുന്നതല്ല, പാപത്തിൻ്റെ ലിസ്റ്റഡ് പാപങ്ങളൊക്കെ ഉണ്ട്, ആ ലിസ്റ്റിലെങ്ങും വരുന്ന കാര്യമല്ല ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. വീഴ്ചകൾ, എൻ്റെ ഡ്രസ്സ് ഒരു സഹോദരനെ ഒരു സഹോദരിക്ക് ഇടർച്ച വരുത്തി, അല്ലെ എൻ്റെ മുഖഭാവം, അല്ലെങ്കിൽ എൻ്റെ ആ നോട്ടം, എൻ്റെ ഏതോ ഒരു കാര്യം ഒരു സഹോദരനെ ഇടർച്ച വരുത്തിയെന്ന് എനിക്ക് മനഃപൂർവ്വം അറിയാം, ഞാനത് മനസ്സിലാക്കി. എന്നിട്ട് അതിനെ തരം കെടുത്താതെ, അതിനെ ഒന്നും ഗണിക്കാതെ മീറ്റിങ്ങിന് വരുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുകയാണ്. എന്നാൽ ആ ഇരിക്കുന്ന ആളിൻ്റെ ഹൃദയം സ്വസ്ഥതയില്ല. അത് മനസ്സിലായി. കർത്താവ് പറഞ്ഞു, തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വഴിപാട് കൊണ്ടുവരുമ്പോൾ, മത്തായി 5:23 പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? വായിച്ചേ, മത്തായി 5 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. പക്ഷേ നമ്മളിത് സാധാരണ അത്ര ഗൗനിക്കാറില്ല, അത്ര ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഫലവത്ത് ആകാതെ പോകുന്നതിൻ്റെ കാരണം. അതിൻ്റെ 23-ാമത്തെ വാക്യം, 23, ആകയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരനു നിൻ്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, സഹോദരന് നിൻ്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, നിൻ്റെ വഴിപാട് അവിടെ യാഗപീഠത്തിങ്കൽ വച്ചെന്ന് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. സഹോദരിമാരെ, ആർക്കെങ്കിലും എൻ്റെ ജീവിതം കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒഫൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പിന്നെ നിങ്ങൾ പാടിയിട്ട് കാര്യമില്ല, നിങ്ങൾ പിന്നെ സ്തോത്രാഴ്ചയിട്ടിട്ട് കാര്യമില്ല. ഞാൻ എല്ലാവരോടും പറയും, ദയവ് ചെയ്ത് പ്രാർത്ഥിച്ച് സമയം കളയരുത്, ദയവ് ചെയ്ത് പ്രാർത്ഥിച്ച് സമയം കളയരുത്. പ്രാർത്ഥിക്കുന്ന മുമ്പ് എന്ത് ചെയ്യണം? നിരപ്പ് പ്രാപിച്ചിരിക്കണം. ഏറ്റുപറയേണ്ട പാഴ്ചകൾ, ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ട പാപങ്ങൾ, കൺഫസ് ചെയ്യുന്ന ആളുകളോട് പോയി രഹസ്യ പാപങ്ങൾ ദൈവത്തോട് കൺഫസ് ചെയ്യുക, രഹസ്യ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുക. ഒരാളിനെ മുറിവേൽപ്പിച്ചുവെങ്കിൽ ആ പാപം ഏറ്റുപറയാതെ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നില്ല. എറർ മെസ്സേജ്. നമ്മുടെ ജീവിതത്തിലെ ഈ എറർ മെസ്സേജ് നിങ്ങൾ മാറ്റാറുണ്ടോ? എനിക്കറിയാം, ഇന്നയാൾ എൻ്റെ ഡ്രസ്സ് കണ്ട് ഒഫൻഡായിട്ടുണ്ട്,
ആ അതങ്ങനെയൊക്കെയാ ഞാനിങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത്, അദ്ദേഹം എന്തും ചിന്തിക്കട്ടെ. ഇല്ല, കൂട്ടു സഹോദരൻ ഇടച്ചു വരുന്ന ഏതെങ്കിലും കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പ്രാർത്ഥിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ പോയി നിരന്നുകൊള്ളുക. ഇതാണ് വചനത്തിൻ്റെ നഗ്നസത്യം. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സാറിന് ചിന്തിക്കാറില്ല, പക്ഷേ ദൈവം വളരെ ഗൗരവമായി എടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ, വീഴ്ചകൾ. പാപമെന്ന് ലിസ്റ്റിൽ പെടുത്താവുന്ന ലിസ്റ്റുകളല്ല. എന്നാൽ എൻ്റെ മനോഭാവം, എൻ്റെ ഡ്രസ്സ്, എൻ്റെ ഒരു ലുക്ക്, എൻ്റെ ഒരു നോട്ടം ഒരു സഹോദരനെ, ഒരു സഹോദരിക്ക് മനസ്സിന് ഇടർച്ചയുണ്ടായി എന്നറിഞ്ഞാൽ അത് ശരിപ്പെടുത്താതെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ചിലപ്പം നമ്മൾ പോയി ക്ഷമ ചോദിക്കുന്നുണ്ടേ ആ ആൾ പ്രതികരണം ശരിയില്ല എന്ന് വന്നേക്കാം, സാരമില്ല. അത് നമ്മുടെ ചുമതലയല്ല. നാം ചെയ്യേണ്ടത് നാം ചെയ്തു തീർക്കേണ്ട ആവശ്യമുണ്ട്. 1 യോഹന്നാൻ 5:17 പറഞ്ഞു, എവ്രി മിസ്റ്റേക്ക് ഈസ് എ സിൻ. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ വീഴ്ചകളെ നാം കണ്ടറിഞ്ഞ് ദൈവത്തിൻ്റെ മുകുരമായ ഈ വേദപുസ്തകത്തിൻ്റെ മുമ്പിൽ ദിവസം തോറും ഇരുന്ന്, ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുള്ള പോലെ ഒരു കുടുംബ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ്. അതേസമയത്ത് രഹസ്യമായി നാം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എന്താ? ബാത്റൂമിൽ പോകുന്ന അഴുക്ക് കളയുന്നത് അത് രഹസ്യമായിട്ടാണ്. ദൈവസന്നിധിയിൽ രഹസ്യ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ അവൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ നമ്മുടെ അശുദ്ധി വെളിപ്പെട്ട് വരികയുള്ളൂ. രഹസ്യ പ്രാർത്ഥന ശീലമാക്കാത്തവർക്ക് ഇത് സാധിക്കുകയില്ല. സഹോദരന്മാരെ മറന്നു പോകരുത്. ഇത് വളരെ പ്രധാനം. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകൾ നമ്മുടെ പ്രാർത്ഥനകളെ തടയുന്നു എന്നത് മറന്നു പോകരുത്. രണ്ടാമതായിട്ട് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, എന്നാലും വായിച്ചു കളയാം. യാക്കോബ് 4:3. യാക്കോബ് 4:2 പറയുന്നത് യാചിക്കായകൊണ്ട് ലഭിക്കുന്നില്ല എന്നാണ്. എന്നാൽ യാക്കോബ് 4:3 എന്താണ് പറയുന്നത്? യാക്കോബ് 4:3 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഇംഗ്ലീഷ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, ബിക്കോസ് യു ആസ്ക് വിത്ത് റോങ് മോട്ടീവ്സ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ, റോങ് മോട്ടീവ്സ് ഉണ്ടെങ്കിൽ പ്രാർത്ഥന തടസ്സപ്പെടുന്നു. മലയാളത്തിൽ വായിക്കുമ്പോൾ എന്നാ പറയുന്നത്? വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അത് പ്രാർത്ഥന എപ്പോഴും നമുക്ക് കാര്യങ്ങൾ സാധിക്കണം എന്നുള്ള ഒരു വീക്ഷണത്തിലാണ് ചെയ്യുന്നതുകൊണ്ട് എന്ന് യാക്കോബ് പറയുകയാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ആവശ്യമില്ലല്ലോ. അടുത്തത് എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ്. നമുക്ക് പരിചയമുള്ള വാക്യം. എഹെസ്കേൽ 14:3. എഹെസ്കേൽ പ്രവാചകൻ്റെ ചുറ്റിലും മൂപ്പന്മാർ വന്നിരിക്കുകയാണ്. മൂപ്പന്മാരോട് എഹെസ്കേൽ പറയുന്ന വാക്കുകളാണ് നമ്മോട് വായിക്കുന്നത്. ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ മുൻപിലിരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യഹേതു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? ജീവിതത്തിലെ വിഗ്രഹങ്ങൾ നമ്മുടെ പ്രാർത്ഥനയെ തടയുന്നത്. എന്താണ് വിഗ്രഹങ്ങൾ? വിഗ്രഹം എന്ന് പറഞ്ഞാൽ കല്ലും കൊണ്ടോ മണ്ണും കൊണ്ടോ ഉണ്ടാക്കിയ രൂപമൊന്ന് ധരിച്ചു പോരുത്, അങ്ങനല്ല. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം വേറെ ആർക്കെങ്കിലും ഏതിനെങ്കിലും കൊടുത്താൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹം. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ആർക്കെങ്കിലും ഏതിനെങ്കിലും കൊടുത്തുവെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹം. കർത്താവ് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നമുക്ക് ഉത്തരമരുളുമോ? ഉത്തരമരുളുകയില്ല. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഹൃദയത്തെ ആരായേണ്ടത് ആവശ്യമുണ്ട്. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുന്നതിന് കാരണം എൻ്റെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഞാൻ വേറെ എന്തിനെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഞാനൊരു കാര്യം വീണ്ടും വേറെ പുസ്തകത്തിൽ നിന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം വേറെ എന്തിനെങ്കിലും വേറെ ആരെങ്കിലും കൊടുത്തുവെങ്കിൽ ആ പ്രസ്തുത കാര്യം കാലക്രമത്തിൽ നിൻ്റെ ശിക്ഷാവിധിയായിട്ട് മാറുമെന്നതിൽ സംശയമില്ല. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം വേറെ ഏതെങ്കിലും ആർക്കെങ്കിലും കൊടുത്താൽ നിൻ്റെ ശിക്ഷ വരുന്നു. അതായിരിക്കും നിൻ്റെ ശിക്ഷ. ആ കാര്യം നിൻ്റെ ശിക്ഷയായിട്ട് മാറും എന്നതിൽ സംശയമില്ല. അപ്പോൾ ഐഡൽസ്, നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങളെ മാറ്റി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. സദൃശവാക്യങ്ങൾ 28-ന്റെ 9-ാമത്തെ വാക്യം വായിക്കാം. അടുത്ത തടസ്സമാണത്.
സദൃശവാക്യങ്ങൾ 28:9. അത് ഇങ്ങനെ വായിക്കുന്നു: ന്യായപ്രമാണം കേൾക്കാതെ ചെവി ചായച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. ചിലരുടെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാകുന്നു എന്നാണ് പറയുന്നത്. ചിലരുടെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാകുന്നു. എന്താ കാരണം? ന്യായപ്രമാണം കേൾക്കാതെ ചെവി ചായച്ചു കളയുന്നവൻ. ദൈവം തൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന, വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ നാം കണക്കിലെടുക്കാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അത് ദൈവത്തിന് അറപ്പാകുന്നു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ വേദപുസ്തകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിന് കൊടുത്തിരിക്കേണ്ട സ്ഥാനം നാം കൊടുക്കേണ്ടതാണ്. ദൈവവചനമാണ്. ദ വേർഡ്സ് ഐ സ്പീക്ക് ടു യു വിൽ ജഡ്ജ് യു ഇൻ ദ ലാസ്റ്റ് ഡേ. അവസാന നാളിൽ നിന്നെ വിധിക്കുന്നത് ഈ എൻ്റെ വാക്കുകളാണ്. ദിവസം തോറും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നെ തന്നെ വിധിച്ചാൽ അവസാന ദിവസത്തെ ആ ന്യായവിധിയിൽ എനിക്ക് വലിയ വിമുക്തി ഉണ്ടാകും. നാം എന്ത് ചെയ്യേണ്ടത്? ദിവസം തോറും ദൈവസന്നിധിയിലിരുന്ന് ദൈവവചനത്തിന് നിരക്കാത്ത ഏതെങ്കിലും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് ആരായേണ്ടത് ആവശ്യമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 68 വയസ്സായി, ഇതുവരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും പോലീസ് എന്നെ പിടിച്ചാൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത്. അയ്യോ സാറേ, ഞാനിത് കണ്ടിട്ടില്ലല്ലോ, ഇതെനിക്കറിയത്തില്ല ഇങ്ങനൊരു എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ഇഗ്നറൻസ് ഈസ് നോൺ എക്സ്ക്യൂസ്. അതേസമയത്ത് ബൈബിൾ എല്ലാവരുടെയും കയ്യിൽ എഴുതി കൊടുത്തിരിക്കുക. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരുടെ കയ്യിലും എഴുതി കൊടുത്തിരിക്കുക. 2, 3, 4, 5 ഭാഷകളിലിരിക്കുന്നു ചിലരുടെ കൈകളിൽ. 2, 10, 15, 20 കോപ്പികൾ ഇരിക്കുന്നു. ദൈവവചനത്തിന് കൊടുക്കേണ്ട സ്ഥാനം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ടോ? കൊടുക്കാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥനയുടെ തടസ്സം ദൈവവചനത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അടുത്തത് 21-ാം അധ്യായം, അത് സദൃശവാക്യങ്ങൾ 21-ന്റെ അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും ഉത്തരം ലഭിക്കുകയില്ല. അതിന് വലിയ വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. വളരെ നഗ്നമായി വ്യക്തമായി ദൈവം പറഞ്ഞിരിക്കുകയാണ്. എന്താ? എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കുകയില്ല. ഉത്തരം ലഭിക്കണോ? നീ ചെയ്യുന്നത് പോലെ തന്നെ നിനക്ക് ചെയ്യപ്പെടും. നിനക്ക് കരുണ വേണോ? നീ കരുണ കാണിക്കുക. നിനക്ക് സ്നേഹം വേണോ? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്. നിനക്ക് എന്ത് വേണമോ അത് നീ മറ്റുള്ളവർക്ക് കൊടുക്കുക. നീ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് ദൈവം നിനക്ക് 100 മടങ്ങായിട്ട് തരുവാൻ പോകുന്നത്. നീ മറ്റുള്ളവനെ വിധിക്കുന്നുവെങ്കിൽ നിനക്ക് അതിനേക്കാൾ വലിയ വിധി വരുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളുക. നീ എന്ത് ആഗ്രഹിക്കുന്നുവോ മറ്റുള്ളവർക്ക് നീ അത് കൊടുക്കുമ്പോൾ അത് ദൈവത്തിങ്കിൽ നിന്ന് നിനക്ക് പറ്റാവുന്നതാണ്. ഗോൾഡൻ റൂൾ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്താ? മറ്റുള്ളവർക്ക് ആഗ്രഹിക്കുന്നത് നീ അവന് ചെയ്തു കൊടുക്കുക. അത് വളരെ മറന്നു പോകാൻ പാടില്ലാത്തൊരു സത്യമാണ്. ഈ എളിയവൻ്റെ നിലവിളി പലപ്പോഴും നമ്മൾ കഠിനഹൃദയരായി പോകാറുണ്ട്. അവരൊക്കെ കള്ളന്മാരാ എന്നൊക്കെ പറഞ്ഞ് പോകാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്ന സത്യം എന്താ? എളിയവനോട് കരുണ കാണിക്കുന്നവൻ യഹോവയ്ക്ക് കടം കൊടുക്കുന്നു. മറന്നു പോകരുത്. എളിയവനോട്, മനുഷ്യരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ്, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട ആറ്റിറ്റ്യൂഡ്, എനിക്ക് ലഭിക്കേണ്ട പ്രതികരണം ഞാൻ മറ്റ് മനുഷ്യർക്ക് കൊടുക്കേണ്ടതാണ്. എൻ്റെ പ്രതികരണം ശരിയല്ലെങ്കിൽ ദൈവത്തിന് എന്നോടുള്ള പ്രതികരണവും ശരിയാകയില്ല എന്നുള്ളത് മറന്നു പോകരുത്. ഇനി അവസാനത്തെ 2 വാക്യം കൂടെ ഉണ്ട്. അതിൽ മത്തായി സുവിശേഷം 6:12 കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ താൻ ഇങ്ങനെ പറയുന്നുണ്ട്: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ. അങ്ങനെ തന്നെയാണ്. മത്തായി 6:12 ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന മനപ്പാഠം പറയുന്ന പലരുണ്ട്. വളരെ സൂക്ഷിച്ച് വേണം പ്രാർത്ഥിക്കാൻ. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്തുവാ? ഏതെങ്കിലും രീതിയിൽ ഞാൻ ആരോടെങ്കിലും എനിക്ക് ഹൃദയത്തിലൊരു ഗ്രഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്ഷമയില്ലായ്മ വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ എന്നോട് ക്ഷമിക്കരുതേ എന്നാണ് പറയുന്നത്. എൻ്റെ മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് അത് ദൈവത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ. മത്തായി 18-ാം അധ്യായം 23-35 വരെ കർത്താവ് ഒരു ഉപമ പറയുന്നു, ഓർക്കുന്നുണ്ടല്ലോ? വലിയ കടക്കാരൻ, അവൻ യജമാനൻ ക്ഷമിച്ചു. അവൻ അങ്ങോട്ട് ക്ഷമിച്ചു കഴിഞ്ഞ് അവൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവൻ വേറൊരുത്തനെ കണ്ടു. അവനൊരു ചെറിയ കടം വീട്ടാൻ ഒരുത്തനുണ്ടായിരുന്നു. അത് അറിയാമല്ലോ.
അവന് എന്ത് ചെയ്യുന്നു? ആ ചെറിയ കടം ക്ഷമിക്കുവാൻ മനസ്സില്ല. ഒടുവിൽ എന്തായി? മത്തായി 18:35 വാക്യം അല്പം കഠിനമായിട്ടുള്ളൊരു വാക്യമാണ്. അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. മത്തായി 18:35 വാക്യം. അത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് വായിക്കണം, വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കണം. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. മനഃപൂർവ്വം ക്ഷമിക്കുക, മനഃപൂർവ്വം ക്ഷമിക്കുക. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ക്ഷമ വേണോ? മനഃപൂർവ്വം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കുക. ആ ക്ഷമിക്കുന്നതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ഹൃദയത്തിൻ്റെ ക്ഷമിക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഈ കാര്യങ്ങൾ നാം ശ്രദ്ധ വയ്ക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഫലവത്തായിട്ട് തീരും. അവസാനമായിട്ടൊരു വാക്യം കൂടെ 1 പത്രോസ് 3:7 ആ 1 പത്രോസ് 3:7 പത്രോസ് പ്രാർത്ഥനയ്ക്കൊരു തടസ്സത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്ന് വായിക്കാം. 1 പത്രോസ് 3:7 കുടുംബജീവിതത്തിലുള്ള പരാജയമാണ്. 1 പത്രോസ് 3 അതിൻ്റെ 7 വാക്യം. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളുമെന്നോർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുകയും. കുടുംബജീവിതത്തിലെ പരാജയം, വീക്കർ വെസൽ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയല്ലോ സമൺ വീക്കർ വെസൽ, വീക്കർ വെസൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇവിടെ മലയാളത്തിൽ അത് അത്ര വ്യക്തമല്ല. മലയാളത്തിൽ എഴുതിക്കുന്നത് സ്ത്രീജനം ബലഹീനപാത്രം. അപ്പോൾ ആണുങ്ങൾക്ക് ബലഹീനത ഇല്ലെന്നാണ് തോന്നുന്നത് ആ വാക്കിൻ്റെ. സ്ത്രീജനം ബലഹീനം. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ പറയുന്നത് വീക്കർ വെസൽ. അപ്പം വീക്കർ രണ്ടുപേരും ബലഹീനരാണ്. കമ്പാരിറ്റീവ്ലി സ്ത്രീജനങ്ങൾ ബലഹീനത കൂടുതലുണ്ട്. അപ്പോൾ ഇത് പരിഗണിച്ച് വേണം നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഭാര്യയോട് ഒരു സോറി പറഞ്ഞിട്ട് എത്ര നാളായി? അല്ലെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളുകളായി? നിങ്ങൾ തമ്മിൽ ഒരു ഇടർച്ച ഉണ്ടായിട്ടില്ലേ? കുടുംബത്തിൽ മക്കൾ തമ്മിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. നമ്മൾ വീട്ടിൽ ഏതെങ്കിലും ഇടർച്ച ഉണ്ടായതിന് ശേഷം ഞായറാഴ്ച ഇവിടെ വന്ന് അപ്പം മുറിക്കുവാൻ ശ്രമിക്കരുത്. ന്യായവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുവാൻ പാടില്ല. ഏതെങ്കിലും ഇടർച്ച വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇടർച്ചകൾ ഉണ്ടാകാതിരിക്കുന്ന അസാധ്യം. അങ്ങനെയാണല്ലോ ലൂക്കോസ് 17 വായിക്കുന്നത്. എന്നാൽ ആര് നിമിത്തം ഇടർച്ച ഉണ്ടാകുന്നു അവൻ അയ്യോ കഷ്ടം. അങ്ങനെ മനസ്സിലാക്കുക, ചെറിയ ചെറിയ ഇടർച്ചകൾ അത് മനസ്സിൽ അങ്ങനെ തന്നെ ക്രമപ്പെടുത്താതെ ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ദയവായി ശ്രമിക്കരുത്. അത് ന്യായവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന് സംശയമില്ല. സഹോദരന്മാരെ 6-7 കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തി വേണം പ്രാർത്ഥിക്കുവാൻ തുടങ്ങേണ്ടത്. ആദ്യം പറഞ്ഞതുപോലെ വെറുതെ പ്രാർത്ഥിച്ച് സമയം കളയരുത്. ഈ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയിട്ട്, ലീക്കിംഗ് ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ എത്ര നേരം മോട്ടോർ ഓടിയാലാണ് ടാങ്ക് നിറയുന്നത്? ടാങ്ക് നിറയത്തില്ല. ടാങ്ക് ലീക്ക് ആയിക്കൊണ്ടിരിക്കുക. ഈ ലീക്കൊക്കെ അടച്ചിട്ട് വേണം ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ ശ്രമിക്കാൻ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ കണക്കെടുത്ത് അത് ക്രമപ്പെടുത്തി ദൈവസന്നിധിയിൽ വന്ന് അതിനുശേഷം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം എന്ന് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഇനി അടുത്ത് ഞാൻ പഠിച്ചതിൽ ഏറ്റവും വലിയ ഒരു ആത്മീയ സത്യം, നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഒരു വലിയ സത്യമാണിത്. എനിക്ക് കാലുണ്ടായിരുന്നെങ്കിൽ സകല വിശ്വാസികളുടെയും വീട്ടിൽ ഞാൻ പോയി പറയുമായിരുന്നു. കാരണം 3/4 പങ്ക് ഞാൻ കണ്ടിട്ടുള്ള വിശ്വാസികളുടെ 3/4 പങ്ക് ആളുകളും പ്രാർത്ഥനയുടെ എതിർശക്തി അത് അവരുടെ ജീവിതത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഒരു എതിർശക്തിയുണ്ട്. എന്താണ് ഈ പ്രാർത്ഥനയുടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഒരു എതിർശക്തി ഉള്ളത് മനസ്സിലാക്കി ആ എതിർശക്തി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് വരുവാൻ ഇടയാകരുത് എന്നുള്ളത് വ്യക്തമായ ശേഷം വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കർത്താവേ, ഇത്ര വലിയ ഒരു സത്യമാണോ
നമ്മുടെ ജനങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലാത്തുള്ളത്. ഈ സത്യം മനസ്സിലാക്കണം. ഈ സത്യം മനസ്സിലാക്കി ഈ സത്യത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഈ പ്രാർത്ഥനയുടെ എതിർശക്തി? 2 ശുശ്രൂഷകൾ ഇപ്പോൾ സ്വർഗത്തിൽ നടക്കുകയാണ്. സ്വർഗത്തിൽ 2 ശുശ്രൂഷകൾ നടക്കുന്നു. ഒന്ന്, കർത്താവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. 1 യോഹന്നാൻ 2:1, എബ്രായ ലേഖനം 7:25, റോമാലേഖനം 8:34. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ രാപ്പകൽ പക്ഷവാദം ചെയ്യുന്ന ഒരുവൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. അത് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയാണ്. അവൻ്റെ ശുശ്രൂഷയും അവൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി, ഓരോ വിശ്വാസിക്ക് വേണ്ടിയും അവൻ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈസ് ആൻ അഡ്വക്കേറ്റ് ബിഫോർ ഗോഡ് ഓൺ അവർ ബിഹാഫ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 12:10 വായിക്കുമ്പോൾ അവിടെ വേറൊരു ശുശ്രൂഷ നടക്കുന്നു. ശുശ്രൂഷ എന്നുള്ള വാക്കാണ് ഞാനങ്ങ് ഉപയോഗിക്കുന്നത്. വേറൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. അത് പിതാവിൻ്റെ വലതു ഭാഗത്തെന്ന് പറഞ്ഞിട്ടില്ല. പിതാവിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പിശാച് സഹോദരന്മാരെ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 2 ശുശ്രൂഷകൾ സ്വർഗത്തിൽ നടക്കുകയാണ്. ഒന്ന്, പിതാവിൻ്റെ വലതു ഭാഗത്ത് പുത്രൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. പിതാവിൻ്റെ സന്നിധിയിൽ പിശാച് നമ്മെ രാപ്പകൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം നമുക്കറിയാമല്ലോ. ഇയ്യോബിൻ്റെ പുസ്തകം, ആ പുസ്തകത്തിൽ വരുന്നുണ്ടേ, ഊടാടി നടന്ന പിശാച് ദൈവസന്നിധിയിൽ വന്നപ്പം ചോദിച്ചു, എൻ്റെ ദാസനായ ഇയ്യോബിനെ കണ്ടോ? അപ്പം ഇയ്യോബിനെക്കുറിച്ച് അപവാദം പറയാം. കൈക്കൂലി കൊടുത്ത ആർക്കാ വോട്ട് കിട്ടാത്തത്? നിങ്ങൾ അവൻ്റെ പ്രാർത്ഥന മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താ നിന്നെ സ്നേഹിക്കുന്നതിന്? അപ്പം പിശാചിൻ്റെ ചിന്ത എന്താ? എങ്ങനെയെങ്കിലും നമ്മെ തകർക്കണം, എങ്ങനെയെങ്കിലും നമ്മളെ ജീവിതത്തിലെ കുറ്റം കണ്ടുപിടിച്ച് ദൈവത്തോട് പറയണം എന്നുള്ളതാണ്. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം, അത് വായിക്കേണ്ട കാര്യമാണ്. നമുക്ക് അങ്ങോട്ട് തിരിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. 1-ാം വാക്യം മുതൽ വായിക്കാം. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലതുഭാഗം നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. യോശുവ കാണിച്ചത് ശരിയാണോ? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് യോശുവ ചെയ്തത്. മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രവുമായി ദൈവസന്നിധിയിൽ ഒരിക്കലും പാടില്ല. യോശുവ ചെയ്തത് ശരിയാണോ? ആരും സമ്മതിക്കുകയില്ല. അപ്പോൾ പിശാച് തെറ്റ് ചെയ്ത ആ യോശുവയെ ദൈവസന്നിധിയിൽ കുറ്റം പറയുക. വാസ്തവത്തിൽ തെറ്റാണ് ചെയ്തത്, സമ്മതിക്കുന്നു. എന്നാൽ അവനെ കുറ്റം പറഞ്ഞപ്പോൾ യഹോവ എന്ത് ചെയ്യുന്നു? സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. എൻ്റെ ഭാഷയെ പറഞ്ഞ യു ഷട്ട് അപ്പ്. പിശാചിനോട് ദൈവം പറയും, യു കീപ്പ് യുവർ മൗത്ത് ഷട്ട്, മിണ്ടി പോകരുത്. അവൻ എൻ്റെ ദാസനാണ്, ഞാൻ നോക്കിക്കൊള്ളാം. അപ്പം ഞാൻ ഇങ്ങനെ ഊഹിക്കാറുണ്ട്. പിശാച് പറയും, ശരിയാ, ഞാൻ കള്ളനാ, ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. എന്നാലേ നിൻ്റെ ദാസനുണ്ടല്ലോ ഈ തോമാച്ചൻ, ആ തോമാച്ചൻ അവറാച്ചനെ കുറിച്ച് എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചേ. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കേണ്ട, ഞാൻ കള്ളനാ. ഈ തോമാച്ചൻ എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചേ. കർത്താവ് ശ്രദ്ധിക്കുക, ഈ തോമാച്ചനും അവറാച്ചനെ കുറിച്ച് പിശാച് പറയുന്നത് തന്നെ പറയുന്നുവെന്ന് വിചാരിക്കുക. അവറാച്ചൻ തെറ്റ് ചെയ്താ കേട്ടോ, മുഷിഞ്ഞ വസ്ത്രമായിട്ട് പോകാൻ പാടില്ല. അപ്പോൾ തെറ്റ് ചെയ്ത ആ വ്യക്തിയെക്കുറിച്ച് വേറൊരു സഹോദരൻ കണ്ടോ അവനെ, ഉപദേശി പിശാചിനോട് ഷട്ടപ്പ് പറഞ്ഞു. എന്നാൽ ദൈവം ഈ കൂട്ടു സഹോദരനെ കുറ്റം പറയുന്ന ആ ഒരു സഹോദരനെ വാക്ക് കേട്ട് ഷട്ടപ്പ് ഒന്നും പറയുകയില്ല. 2 പേരെയും കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടേക്കല്ലേ, 2 പേരെയും വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുക. ഈ പിശാചിനോട് ഷട്ടപ്പ് പറഞ്ഞ ദൈവം ഈ പിശാച് പറയുന്നത് ഏറ്റു പറയുന്നവനോട് ഷട്ടപ്പ് ഒന്നും പറയത്തില്ല. എന്ത് ചെയ്യുമെന്നറിയാമോ? ചെറുക കാതങ്ങ് പൊത്തും. എടാ തോമായി, നീ എന്തോലും പറയുന്നു? നീ നിൻ്റെ കൂട്ടു സഹോദരനെതിരായിട്ട് പിശാച് പറയുന്നത് നീ ഏറ്റു പറഞ്ഞാൽ, നീ പിശാചിൻ്റെ സാക്ഷിയായാൽ, പിശാചിൻ്റെ ശുശ്രൂഷ നീ നിർവഹിച്ചാൽ,
ദൈവം നിൻ്റെ വാക്കുകൾ കേൾക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്? മറന്നു പോകരുത്. ഏറ്റവും വലിയ സത്യം, ഞാൻ ഒരു കാര്യം ദൈവസന്നിധിയിൽ തീരുമാനിച്ചു. എനിക്ക് ശ്വാസം പോയാലും കർത്താവ് പക്ഷപാതം ചെയ്യുന്ന ഒരാൾക്കെതിരായി ഹൃദയത്തിൽ പോലും ഞാൻ കുറ്റം ചിന്തിക്കുകയില്ല. എൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം ലഭിക്കുന്നതിൻ്റെ പരമരഹസ്യം ഇതാണ്. ഉത്തരം ലഭിക്കാത്ത ഒരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ അടുത്തിടയിൽ ഉണ്ടായിട്ടില്ല. ഞാനൊന്ന് പറയട്ടെ, രഹസ്യം ഇതാണ്. പിതാവ് പക്ഷപാതം ചെയ്യുന്ന ഒരാളിനെതിരായി എൻ്റെ ഹൃദയത്തിൽ പോലും ഞാൻ കുറ്റം വധിക്കുകയില്ല. കാരണം ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. ഞാൻ അവന് വേണ്ടി പക്ഷപാതം ചെയ്താൽ ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ പിശാചിൻ്റെ വേല ചെയ്താൽ ഞാൻ പിശാചിൻ്റെ വേലക്കാരനായി മാറുന്നു. ഞാൻ പിശാചിൻ്റെ ശുശ്രൂഷകനായി മാറുന്നു. ഞാൻ പിശാചിൻ്റെ സാക്ഷിയായി മാറുന്നു. പിശാചിൻ്റെ വേലക്കാരനായി മാറുന്നു. ദൈവത്തെ പുട്ടിങ് ഗോഡ് അറ്റ് എഡ്ജ്, ദൈവത്തെ നിഷ്ക്രിയനാക്കുന്ന ഒരു വേല നടത്തുന്നവനായി തീർന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവ് പക്ഷപാതം ചെയ്യുന്ന ഒരാൾക്കെതിരായി ഒരിക്കലും 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 ഹൃദയത്തിൽ പോലും അവനെ കുറ്റം പറയുവാൻ നിനക്ക് അധികാരമില്ല. യാക്കോബ് 4:11 വായിക്കാം. വായിച്ചിരിക്കേണ്ട വാക്യങ്ങളാണ്, ശ്രദ്ധിച്ചിരിക്കേണ്ട വാക്യങ്ങളാണ്. ഇതുവരെ ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ അത് യാഥാർത്ഥ്യമാക്കണം. 4-ാം അധ്യായം യാക്കോബ് 4:11 ഇങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നു. ഓഹ്, ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സഹോദരനെ ദുഷിക്കുന്നവൻ ന്യായപ്രമാണത്തെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ദുഷിക്കുന്നു. മറന്നു പോകരുതേ. എന്തിനായി പറയുന്നതെന്നറിയാമോ? നമ്മുടെ ഇടയിൽ ഇങ്ങനൊന്നും നടക്കാൻ പാടില്ല എന്നുള്ള ഒരു പക്ഷേ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും പറയുന്നത്. നല്ല ഉദ്ദേശത്തോടെ അല്ല, നല്ല ഉദ്ദേശത്തോടാണ് നേരെ പോയി അവനോട് പറയും. പക്ഷേ അവൻ്റെ പേര് നശിപ്പിക്കാൻ വേണ്ടി, ഞാൻ നല്ലവനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ കുറ്റം പറച്ചിൽ. ഈ കുറ്റം പറയുന്ന വിശ്വാസിയെ, നിൻ്റെ കുറ്റം പറച്ചിൽ കൊണ്ട് നീ ആ കൂട്ടുസഹോദരന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവത്തെയാണ് നീ കുറ്റം പറയുന്നത്. മറന്നു പോകരുത്, ഒരിക്കലും മറന്നു പോകരുത്. നീ ന്യായപ്രമാണത്തെ കുറ്റം വിധിക്കുകയാണ്. കൂട്ടുസഹോദരനെ കുറ്റം വിധിക്കുന്നവനെ നീ ജീവിച്ചിട്ട് കാര്യമില്ല, നീ ദൈവമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇന്ന് തന്നെ പിശാചിനെ സേവിക്കുന്നത് നിർത്തുക. പിന്നെ അടുത്തൊരു വാക്യം വായിക്കാം. റോമാലേഖനം 8:33. റോമർ 8:34 കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതു എന്ന് നമ്മൾ വായിക്കുന്നു. റോമർ 8:33 എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം. റോമർ 8:33 ഇങ്ങനെ വായിക്കുന്നു: ദൈവം തിരഞ്ഞെടുത്തവനെ ആര് കുറ്റം ചുമത്തും? ദൈവം തിരഞ്ഞെടുത്തവനെ ആര് കുറ്റം ചുമത്തും? പിശാചും അവൻ്റെ ദാസന്മാരും കുറ്റം ചുമത്തും. ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? പിശാചും അവൻ്റെ ദൂതന്മാരും കുറ്റം ചുമത്തും. നിങ്ങൾക്ക് ആ സ്വഭാവം ഇതുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ഹാളിൽ പുഴുന്നതിന് മുമ്പ് തീരുമാനിച്ച് കർത്താവിനോട് ക്ഷമ ചോദിക്കുക. പരസ്യമായിട്ടാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ ആ വ്യക്തിയോട് പോയി പറയേണ്ട ആവശ്യമുണ്ട്. വല്ല രഹസ്യമായിട്ടാണെങ്കിൽ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഈ ഹാളിൽ നിന്ന് പോകാവൂ. അല്ലെങ്കിൽ വലിയ ശിക്ഷാവിധി വരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. നിങ്ങൾ വലിയ വിശുദ്ധിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കാം. എന്നാൽ സഹോദരനെ കുറ്റം ചുമത്തുന്നവൻ അവൻ ന്യായവിധിക്ക് യോഗ്യൻ എന്നത് മറന്നു പോകരുത്. നമുക്ക് നോഹയുടെ കാര്യം അറിയാം. നോഹ 39-ാം അധ്യായം 20-27 വാക്യങ്ങളാണ്. നോഹ പാപം ചെയ്തു. നോഹ കാണിച്ചത് ശരിയാണോ? ഒരിക്കലും നോഹ കാണിച്ചത് ശരിയല്ല. പക്ഷേ കുറ്റം ആർക്കാണ് വരുന്നത്? ആർക്കാണ് ശിക്ഷ വരുന്നത്? നോഹയുടെ പാപം എടുത്തു പറഞ്ഞവനാണ്. മറ്റു 2 സഹോദരന്മാർ അവർ നഗ്നത കാണാതിരിക്കുവാൻ വേണ്ടി അവരെന്തോ ചെയ്യുന്നു. പക്ഷെ ഒരുവൻ എന്താ സംഭവിച്ചത്? അവൻ്റെ തലമുറ ശിക്ഷാവിധിക്ക് വിധേയമായി. സഹോദരന്മാരെ, നോഹ പാപം ചെയ്തു. എന്നാൽ എന്താ സംഭവിച്ചത്? നോഹയുടെ ഒരു പുത്രൻ പാപം പരത്തി. ഞാൻ ചോദിക്കട്ടെ, പാപം ചെയ്ത ആൾ ഒരു പക്ഷേ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കും. പാപം പരത്തിയ ആളോ? പാപം ചെയ്യുന്നതോ പാപം പരത്തുന്നതോ? ഏതാണ് വലിയ പാപം? മറന്നു പോകരുത്. കുടുംബങ്ങൾ ശിക്ഷാവിധിക്ക് അർഹിക്കുന്നതിൻ്റെ കാരണം ഇന്ന്
നമ്മുടെ സഭകളിൽ പിൻതലമുറകൾ ആരാധനയ്ക്ക് വരുന്നതിന് തടസ്സമായിരിക്കുന്നത് ഒരുമിച്ചിരുന്ന് അപ്പം മുറിച്ചതിന് ശേഷം വീട്ടിൽ ചെന്ന് ഡൈനിങ് ഹാളിലിരുന്ന് ആ സഹോദരൻ്റെ കുറ്റം പറയുന്നത് മക്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കൾ പിന്നെ ഇങ്ങോട്ട് വരുമോ? മറന്നു പോകരുത്, നമ്മുടെ തലമുറകൾ നശിക്കുന്നതിൻ്റെ കാരണം കൂട്ടു സഹോദരനെ കുറ്റം വിധിക്കുന്നതാണ്. നിങ്ങളുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂട്ടു സഹോദരനെ കുറ്റം പറയുന്നത് നിർത്തുക. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയല്ല. ദൈവരാജ്യത്തിൻ്റെ ചാരന്മാരാണ് കുറ്റം പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ചാരൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഈ രാജ്യത്തിൻ്റെ ബലഹീനത മറ്റേ എതിർ ശക്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കൂട്ടു സഹോദരനെ കുറ്റം പറയുന്നവൻ ദൈവരാജ്യത്തിൻ്റെ ചാരന്മാരാണ്. മറന്നു പോകരുത്. ചിലരെ പിശാച് തലയിൽ അടിച്ചു എന്ന് വീഴ്ത്തിയെന്ന് വരാവുന്നതാണ്. എന്നാൽ അവൻ്റെ തലയിൽ നീ ഒരടി കൊടുത്താൽ ഒരു പക്ഷേ ചിലരെ പിശാച് വീഴ്ത്തിയെന്ന് വരാവുന്നതാണ്. എന്നാൽ അങ്ങനെ ആ ഒരു കാര്യം നിങ്ങളുടെ കാതിൽ കേട്ടുവെങ്കിൽ കർത്താവ് അവന് വേണ്ടി കണ്ണുനീര് പൊഴിക്കുന്നു. അവന് വേണ്ടി നീയും കണ്ണുനീര് പൊഴിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവ് അവന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവന് വേണ്ടി നീയും പക്ഷപാതം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ നീ അതിനെക്കുറിച്ച് മൂന്നാമതൊരാളിനോട് പറഞ്ഞാൽ നിൻ്റെ തലമുറ ശപിക്കപ്പെടും എന്നതിന് സംശയമില്ല. ഈ സത്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വാക്ക് കേൾക്കുന്ന ആരും ഇനി ദൈവത്തെ കൂട്ടു സഹോദരനെ കുറ്റം പറയുവാൻ ഇടയാകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ ഏറ്റവും വിനീതമായ അപേക്ഷ. നമ്മുടെ സഭകൾ തകർന്നു പോകുന്നതിന് വേറൊരു കാരണമില്ല. കൂട്ടു സഹോദരന്മാരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ജോലിയാണ് നമ്മുടെ പല സഹോദരന്മാരുടെയും മധ്യത്തിലുള്ളത്. അതാണ് നമ്മുടെ സഭയുടെ ബലഹീനത. പിശാച് വളരെ എൻ്റെ സാക്ഷികൾ സഭ നിറഞ്ഞിരിക്കുകയാണ്. കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ല, എൻ്റെ ജോലി ചെയ്യുന്നവരാണ് ഈ സഭയിലുള്ളവർ മുറയെപ്പോരും. കൂട്ടു സഹോദരൻ കുറ്റം പറഞ്ഞു നിൽക്കുക. നിൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൽ ഒരു പാപം ഉണ്ട് എന്നുള്ളത് നിനക്കറിയാമെന്ന് വിചാരിക്കുക. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 19:17. കൂട്ടുകാരൻ്റെ പാപം നിൻ്റെ മേൽ വരാതിരിക്കേണ്ടതിന് നീ അവനെ താല്പര്യമായി ശാസിക്കാം. ഒരു സഹോദരൻ ഒരു സഹോദരി തെറ്റു ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു സഹോദരൻ ഒരു സഹോദരി തെറ്റ് ചെയ്യുന്നു നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കണ്ണടയ്ക്കുവാൻ അനുവാദമില്ല. നീ കൂട്ടു സഹോദരൻ്റെ പാപം നിൻ്റെ മേൽ വരാതിരിക്കേണ്ടതിന് നീ അവനെ താല്പര്യമായി ശാസിക്കാം. നീ അവനോട് നേരെ പോയി പറയണം. എന്താ പറയേണ്ടതെന്ന് അറിയാമോ? സഹോദര, നീ ചെയ്യുന്ന തെറ്റാണ്, നിനക്ക് ശിക്ഷാവിധി വരാൻ പോകുന്നു. നീ അവനോട് പറഞ്ഞില്ല എങ്കിൽ അവൻ്റെ ശിക്ഷാവിധിയിൽ നീയും പങ്കുകാരനാകുകയാണ്. മറന്നു പോകരുത് കേട്ടോ, മറന്നു പോകരുത്. കൂട്ടുകാരൻ പാപം ചെയ്തെന്ന് നീ അറിഞ്ഞിട്ട് അവനോട് നീ പോയി പറഞ്ഞില്ല എങ്കിൽ അവൻ്റെ ശിക്ഷ നിനക്കും നീ അതിൽ പങ്കുകാരനാകുകയാണ്. ഒരിക്കലും പറയുവാൻ പാടില്ല, നേരെ പോയി പറയേണ്ട ആവശ്യം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. കൂട്ടുകാരൻ നിന്നോട് പിഴച്ചാൽ നീ എന്ത് ചെയ്യണം? നീ നേരെ അവൻ്റെ അടുത്ത് പോയി പറയണം. നേരെ അവൻ്റെ അടുത്ത് പോയി പറയണം. പറഞ്ഞാൽ അവൻ സമ്മതിച്ചാൽ നീ അവനെ നേടി. നീ നേരെ അവൻ്റെ അടുത്ത് പോയി പറയാതെ മൂന്നാമതൊരാളോട് നീ പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നീ കുറ്റക്കാരനായി. നിൻ്റെ പ്രാർത്ഥന നീ ബ്ലോക്ക് ചെയ്തു. നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. നീ പിശാചിൻ്റെ ചാരനായിട്ട് മാറി, പിശാചിൻ്റെ വേലക്കാരനായിട്ട് മാറി, പിശാചിൻ്റെ ശുശ്രൂഷ ചെയ്ത്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി പ്രവഹിക്കുന്നു. നാം കുറ്റം പറയുമ്പോൾ പിശാചിൻ്റെ ശക്തി പ്രവഹിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ കൈയെടുത്ത് കുമ്പിടുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും വേണ്ട, ഒരിക്കലും പിശാചിൻ്റെ വേല ചെയ്യരുതേ. ദയവ് ചെയ്ത് ഒരിക്കലും പിശാചിൻ്റെ വേല ചെയ്യുവാൻ നമ്മുടെ വിശ്വാസികൾക്ക് ആർക്കും ഇടയാകരുത് എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ സഭയുടെ പരാജയം ഇവിടെയാണ്. ഇവിടെ മാത്രം ജയിച്ചുവെങ്കിൽ പിശാച് തോറ്റുപോകും. എന്നാൽ ഇന്ന് പിശാച് സന്തോഷിക്കുന്നതിൻ്റെ കാരണം കൂട്ടു സഹോദരന്മാരെ കുറ്റം പറഞ്ഞ് മാസികകളിലൂടെ എവിടെല്ലാമാണ് നമ്മുടെ ഇത് പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട വേണ്ട വേണ്ട. കർത്താവ് പക്ഷപാതം ചെയ്യുന്ന ഒരാളിനെതിരായി ഒരിക്കലും ഹൃദയത്തിൽ പോലും അവനെ കുറ്റം പറയുവാൻ നമുക്ക് അധികാരമില്ല. കർത്താവ് കൃപ തരട്ടെ. അവൻ്റെ നാമത്തിന് സ്തോത്രം.